കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിലാണെങ്കിൽ പോലും മരണം വരെ കാരണമാകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഇൻഫ്ലുവൻസ. ഇന്ത്യയിൽ വർഷത്തിൽ എല്ലാ കാലാവസ്ഥയിലും ഈ അസുഖം കാണാറുണ്ടെങ്കിലും മഴക്കാലത്തും തണുപ്പുകാലത്തുമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശിഖ, സീനിയർ സ്പെഷ്യലിസ്റ്റ് ഇൻ പീഡിയാട്രിക്സ്, ആസ്റ്റർ മിംസ് മദർ ഹോസ്പിറ്റൽ, അരീക്കോട്. കുട്ടികളിലും മുതിർന്നവരിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വൈറസ് അണുബാധയാണ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ. ഇൻഫ്ലുവൻസ വൈറസ് എന്നുള്ളതിനേക്കാളും കൂടുതൽ കേട്ടുപരിചയം H1N1, H3N2, സ്വൈൻ ഫ്ലൂ എന്നുള്ള പേരുകളാണ്. പനി, തലവേദന, ക്ഷീണം, മേലുവേദന, ജലദോഷം, ചുമ, ശ്വാസതടസ്സം, ന്യൂമോണിയ, അങ്ങനെ പല സിവിയറിറ്റിയിൽ ഈ അസുഖം ഉണ്ടാവും. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടാവാറുണ്ട്. ഹോസ്പിറ്റലൈസേഷൻസ് വേണ്ടി വരാറുണ്ട്. ഈ അസുഖത്തിന് പ്രതിരോധിക്കാനുള്ള വാക്സിൻ അവൈലബിൾ ആണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം 6 മാസം മുതൽക്ക് 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളിലും നമ്മൾ ഈ വാക്സിൻ നിർദ്ദേശിക്കാറുണ്ട്. 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളിലും മുതിർന്നവരിലും ചില ഹൈ റിസ്ക് അസുഖങ്ങൾ ഉള്ളവരിലാണ് നമ്മൾ ഈ വാക്സിൻ നിർദ്ദേശിക്കാറുള്ളത്. ഇതൊരു ഇനാക്ടിവേറ്റഡ് വാക്സിനാണ്, മസിലിൽ കുത്തിവെക്കുന്ന വാക്സിനാണ്. 6 മാസത്തിൽ ആദ്യമായിട്ട് എടുക്കുമ്പോൾ 2 ഡോസ് വാക്സിൻ 1 മാസത്തെ ഇടവേളയിലും, പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ഒരു ബൂസ്റ്റർ ഡോസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വാക്സിൻ നിർദ്ദേശിക്കുന്നത്.